ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള രഹസ്യ പദ്ധതി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൽ ഉന്നതതല അഴിച്ചുപണി. മൊസാദ് മേധാവി റൊമാൻ ഗോഫ്മാൻ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഭരണകൂടത്തെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മൊസാദിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി, ഇറാൻ ഡിവിഷൻ മേധാവി എന്നിവരാണ് പുറത്തായത്. പുതിയ മേധാവിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനാപരമായ പുനഃസംഘടനയുമാണ് തീരുമാനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയതായി നിയമിതനായ മൊസാദ് ഡയറക്ടർ റോമൻ ഗോഫ്മാനാണ് നടപടി സ്വീകരിച്ചത്. ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം സൃഷ്ടിച്ച ഭരണമാറ്റം കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് ഒരു ഉദ്യോഗസ്ഥരെന്ന് ഇസ്രയേലിലെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ കുർദിഷ് വിഭാഗങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് വലിയ തോതിലുള്ള കലാപം സംഘടിപ്പിക്കാനായിരുന്നു മൊസാദ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാഖ് അതിർത്തിക്കടുത്തുള്ള കുർദിഷ് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന നീക്കങ്ങൾ. പദ്ധതി പ്രകാരം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ താവളങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയും ആ സാഹചര്യം മുതലെടുത്ത് കുർദിഷ് പോരാളികൾക്ക് ഇറാൻ മണ്ണിലേക്ക് കടന്നുകയറാൻ അവസരമൊരുക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ ആരംഭിക്കുന്ന ഈ മുന്നേറ്റത്തിൽ ആയിരക്കണക്കിന് കുർദിഷ് യുവാക്കൾ പങ്കുചേരുമെന്നും അത് പിന്നീട് രാജ്യം മുഴുവൻ പടരുന്ന വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറുമെന്നും മൊസാദ് ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടി. നിലവിലെ ഭരണകൂടം തകർന്നാൽ മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിനെ പുതിയ ഭരണത്തലവനാക്കാനും ഇവർക്ക് പദ്ധതിയുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഹംഗറിയിൽ നടന്ന ഒരു അക്കാദമിക് കോൺഫറൻസിനിടെ മുൻ മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ അഹമ്മദി നെജാദുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട്. എന്നാൽ പദ്ധതിയുടെ രഹസ്യ വിവരങ്ങൾ ചോർന്നതും കുർദിഷ് ഗ്രൂപ്പുകൾക്കിടയിലുണ്ടായ വിയോജിപ്പും ഇസ്രയേലിന് തിരിച്ചടിയായി. കൂടാതെ കുർദിഷ് മേഖലയിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നതിനെ തുർക്കി ശക്തമായി എതിർക്കുകയും ചെയ്തു. ഇറാൻ ഭരണകൂടം ഉടൻ തകരുമെന്ന ഇസ്രയേലിന്റെ വിലയിരുത്തലുകൾ അമിത പ്രതീക്ഷയാണെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പദ്ധതിക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കാതെ വന്നതോടെ മൊസാദിന്റെ നീക്കങ്ങൾ പാളിപ്പോവുകയായിരുന്നു. 2 ഉദ്യോഗസ്ഥർക്കെതിരെയും അച്ചടക്ക നടപടിയല്ല സ്വീകരിച്ചതെന്നും മറിച്ച് ഏജൻസിയിലെ പുനഃസംഘടനയുടെ ഭാഗമായി പരസ്പര സമ്മതത്തോടെയുള്ള മാറ്റമാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ഇവർ മൊസാദിൽ തന്നെ മറ്റു പദവികളിൽ സേവനമനുഷ്ഠിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം മൊസാദിന്റെ ചാരശൃംഖലയ്ക്കെതിരെ തങ്ങൾ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. കെർമാൻ പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് 21 പേരെ ഇറാൻ രഹസ്യാന്വേഷണ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. കൂടാതെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 4 സായുധ സംഘങ്ങളെയും ഇവർ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഇറാന്റെ പക്കലുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഒമാന്റെ മധ്യസ്ഥതയിൽ നടത്തുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷ പങ്കുവച്ചെങ്കിലും ചർച്ചകൾ സങ്കീർണമാണെന്നും കൂടുതൽ സമയമെടുക്കുമെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിൽ സാധ്യമാകുന്ന ഇടക്കാല കരാറുകളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത വിയോജിപ്പുമുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ ഏകപക്ഷീയമായി സൈനിക നീക്കം തുടർന്നേക്കുമെന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. തെക്ക് ലെബനനിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ വിപുലീകരിക്കുകയും ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയും ചെയ്യുന്നു. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ ഗൾഫ് ഓഫ് ഏഡനിലും ചെങ്കടലിലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി, കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങളും യുദ്ധവും കാരണം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.